അടിവാട് മാലിക് ദിനാർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികൾ ചുമതലയേറ്റു. സ്ഥാനാരോഹണ ചടങ്ങും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സ്കൂൾ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ നടന്നു. മൂവാറ്റുപുഴ RDO അബ്ബാസ് VE മുഖ്യാതിഥിയായി പങ്കെടുത്തു. അടിവാട് മാലിക് ദിനാർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പ്രൗഢമായി. ചടങ്ങിനൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. ഇൻവെസ്റ്റിച്ചർ സെറിമണി എന്ന പേരിൽ സ്കൂൾ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രോഗ്രാമിൽ മുഖ്യാതിഥിയും മുഖ്യപ്രഭാഷകനുമായി മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസർ അബ്ബാസ് VE പങ്കെടുത്തു. എനിക്ക് തോന്നുന്നത് 100 കോടി കൂടുതൽ കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ ഈ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പിടിച്ചെടുത്തു, നശിപ്പിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ലഹരി പദാർത്ഥം ഈ നാട് മുഴുവൻ വ്യാപിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പദ്ധതി ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയില്ലായിരുന്നെങ്കിൽ ഈ 1000 കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ നാട്ടിലെ കുട്ടികളും സാധാരണക്കാരും വനിതകളും നാട്ടുകാരും എല്ലാവരും ഉപയോഗിക്കുന്ന അവസ്ഥയാവുകയാണ്. നമ്മുടെ ജീവിതത്തെ കാരണം തരുന്ന ഈ ലഹരിക്കെതിരെ നീങ്ങുന്ന ഈ നടപടിയിൽ നിങ്ങളും നിങ്ങളാൽ കഴിയുന്ന ചെറിയ പ്രവൃത്തികൾ ചെയ്യണം, നിങ്ങളാൽ ചെയ്യുന്ന ചെറിയ കർത്തവ്യങ്ങൾ നിർവഹിക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ പകർന്നു നൽകണം. അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർ ഇതുപോലെ എന്തെങ്കിലും ഒരു ലഹരി ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒന്നിലെ ആ കുട്ടിയുടെ അച്ഛനോടോ അമ്മയോടോ, അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാരോട്, അല്ലെങ്കിൽ നിങ്ങൾ കൗൺസിലിംഗിൽ പോകുമ്പോൾ കൗൺസിലർമാരോടോ ഒക്കെ നിങ്ങൾ അറിയിക്കണം. അറിയിച്ചാൽ മാത്രമേ ഉള്ളൂ ആ കുട്ടിയെ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ. കേരള സർക്കാർ 2025 മികച്ച ഡെപ്യൂട്ടി കളക്ടർ പുരസ്കാര ജേതാവായ അദ്ദേഹം അധ്യാപകർക്ക് തൂഫാൻ ബാഡ്ജും വിദ്യാർത്ഥി നേതാക്കൾക്ക് സ്ഥാനചിഹ്നങ്ങളായ സ്റ്റാർ, ബാഡ്ജ്, സാഷ് എന്നിവയും അണിയിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ യുവത്വം, നേതൃത്വം, ലഹരിവിരുദ്ധ പോരാട്ടം എന്ന വിഷയത്തിൽ അബ്ബാസ് VE പ്രത്യേക പ്രഭാഷണം നടത്തി. ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കുന്നതിൽ യുവജനങ്ങളുടെയും വിദ്യാർത്ഥി നേതാക്കളുടെയും പങ്ക് വളരെ വലുതാണെന്നും ഉത്തരവാദിത്വ ബോധവും നേതൃത്വ പാടവവും വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനറൽ സെക്രട്ടറി ഹാജി CH സിദ്ദിഖ് ആമുഖ പ്രഭാഷണം നടത്തി. ആക്ടിംഗ് ചെയർമാൻ ഹാജി VM മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ റെജി VG സന്ദേശം നൽകി. സ്കൂൾ മാനേജർ ഹാജി KM മൊയ്തു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ കാസിം PM, ജോയിന്റ് സെക്രട്ടറി EP ഇബ്രാഹിം, ടെക്നിക്കൽ അഡ്വൈസർ ഹാജി KA അബ്ദുൾ റഹ്മാൻ, വൈസ് പ്രിൻസിപ്പൽ ധന്യ സതീഷ് എന്നിവർ സംസാരിച്ചു. 26-27 അധ്യയന വർഷത്തെ നമ്മുടെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വിവിധ ഗ്രേഡുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനും അവർക്ക് ലീഡ് നൽകി അവരുടെ സ്ഥാനാരോഹണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ദിവസം നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്ക് വളരെയധികം ഉത്തരവാദിത്വം ഈ ഒരു വർഷം അവരുടെ വേളയനുസരിച്ച് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അവരിൽ ആരും തന്നെ മറ്റൊരാളേക്കാൾ മുകളിലോ മറ്റൊരാളേക്കാൾ താഴെയുമല്ല എന്ന് ഈ അവസരം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഓരോ വ്യക്തിക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ചുമതലകളുമുണ്ട്. ഒന്നിന് താഴെയല്ല, ഒന്നിന് മുകളിലില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് ഈ അവസരം ഉണർത്തുകയാണ്. അപ്പോൾ ആകാശം കൊണ്ട് വളർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ, കരിപ്പാറകൾ, അതിനെ തകർക്കാൻ ഒരു ശക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കരിപ്പാറകളെ ഭസ്മം പോലെ പൊളിച്ചു കളയുന്ന ശക്തിയുള്ള ഇരുമ്പ് ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ നമ്മളുടെ കാഴ്ചയിൽ വലിയ ഉയരത്തിൽ നിൽക്കുന്ന പർവ്വതങ്ങളെ ഭസ്മം പോലെ പൊളിച്ച് കളയാനുള്ള ശക്തി ഇരുമ്പുകൾക്കുണ്ടെങ്കിൽ അപ്പോൾ ആ പർവ്വതത്തെക്കാൾ ശക്തി ഇരുമ്പിനുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥി നേതൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രോഗ്രാം സംഘടിപ്പിച്ചത്.
ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.